നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ഇന്റർനാഷണൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ ശ്രീ അഡ്വക്കേറ്റ് വി ഡി സതീശൻ GP കുഞ്ഞബ്ദുള്ളയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇത് അടുത്തതായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ കരുതി മുഖ്യമന്ത്രി കുപ്പായം തുന്നി റെഡിയായിട്ട് നിൽക്കുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. ഈ വേദി ഖത്തറാണ്. ഖത്തറിൽ അദ്ദേഹം ചെന്ന സമയത്ത് അവിടെ ഒരാളെ ആദരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ ആളെ ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അറിയായിരിക്കും. പോറ്റിയെ കേറ്റിയെ എന്ന ആ ഗാനത്തിൻ്റെ രചയിതാവാണ് അയാൾ. ആ ഇണം നേരത്തെ നമുക്കറിയാം, പക്ഷേ ആ ഇണം വെച്ചിട്ടൊരു പാരഡി ഗാനം രചിച്ച വ്യക്തിയാണ് ഇയാൾ. അയാളെ ആദരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വ്യക്തമാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഓളമുണ്ടാക്കിയ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു, സംശയമൊന്നുമില്ലല്ലോ. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തുണച്ച ഒരു ഗാനമാണ്. അതിൻ്റെ നന്ദിയായിരിക്കാം ഒരുപക്ഷെ വി ഡി സതീശൻ അവിടെ പോയി ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ കേരളത്തിൽ ഉപയോഗിച്ച ഒരു പാട്ടാണ് അതെന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ലല്ലോ. നേരത്തെയും സംശയമില്ല. പക്ഷേ ഇതിനെ ഈ രീതിയിൽ ആരെങ്കിലും ഇവിടെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. അതെല്ലാവർക്കും അറിയാം, പൊളിറ്റിക്കൽ അജണ്ടയാണ്, പൊളിറ്റിക്കൽ ടൂളാണ് എന്നൊക്കെ അറിയാം. പക്ഷേ ആ രീതിയിൽ സോഷ്യൽ മീഡിയ ഇതിനെ ആരെങ്കിലും വിമർശിക്കുന്നത് കണ്ടിട്ടില്ല. തോറ്റ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ ചീത്ത വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, എഴുതിയ ആളെയും പാടിയ ആളെയും ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ്, പൊളിറ്റിക്കൽ നെഗറ്റീവാണ്, ടൂളാണ് എന്ന തരത്തിൽ അതിനെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ ഇതൊന്നുമില്ലാത്ത നന്ദഗോവിന്ദൻ ഭജൻസ് അത് 25 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവർ പാടി നടക്കുകയാണ്. ഇപ്പോഴാണ് അത് കൂടുതൽ ജനകീയമായത്, ഇത്രയും വൈറലായത്. അത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും പ്രചാരത്തിലില്ലാത്ത കാലം മുതലേ ആ ഭജൻസ് ഉണ്ട്. പക്ഷേ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇന്ന് കാണുന്ന രീതിയിൽ അവർക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ തിരക്കിൻ്റെ പുറത്ത് തിരക്കാണ് അവർക്ക്. അതുപോലെ ഓരോ ക്ഷേത്രത്തിലും അവരുടെ പരിപാടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്, ആ പരുവത്തിലെത്തി നിൽക്കുകയാണ്. പക്ഷേ അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്, BJPക്കും RSSനും ഇവിടെ വളരാനുള്ള ടൂളാണ്, അതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ചില സൈഡിൽ നിന്ന്, ചില കോണിൽ നിന്ന് വിവാദങ്ങളും പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 25 വർഷം മുമ്പേ തുടങ്ങിയതാണോ അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ അജണ്ട? അത്രയും വർഷക്കാലമൊക്കെ ആരാണ് ഒരു പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ടൂളായിട്ട് കൊണ്ടു നടക്കുന്നത്? അങ്ങനെയല്ല. ഇപ്പോൾ മാറി വന്ന ഈ കാലത്ത് കൂടുതൽ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ കൂടുതൽ അവരുടെ വിശ്വാസ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നൊരു കാഴ്ച, അവരവരുടെ ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു പോകുന്നൊരു കാഴ്ച, അവർക്കിനി ഉള്ളിൽ അധികം വലിയ ദൈവവിശ്വാസം ഇല്ലെങ്കിൽ കൂടിയും ആ സംസ്കാരത്തിൻ്റെ ഭാഗമാവാൻ അവർ കാണിക്കുന്ന താല്പര്യം, അതെല്ലാം ഇവരുടെ ഈ ഭജന കാണാൻ പോകുന്ന ആൾക്കൂട്ടത്തിൽ പ്രകടമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു ചെറുതിൽ നിന്നൊരു വലിയ ബൃഹത്തായ ഒരു കൂട്ടായ്മയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പോകുന്നു എന്ന് കണ്ടപ്പോൾ അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന തരത്തിൽ അതിനെ വിമർശിക്കുന്നത്. ചിലതൊക്കെ അവർക്ക് കണ്ടാലും മനസ്സിലായാലും അതിനെതിരെ ഒന്നും മിണ്ടാത്തവർ, ഇത്തരം നിരുപദ്രവകരമായിട്ടുള്ള, അതായത് ഇതുകൊണ്ടൊന്നും മറ്റു സമുദായക്കാർക്കോ മറ്റു മതസ്ഥർക്കോ ഒരു ഉപദ്രവമില്ല. ഒരു ഭജൻ നടക്കുമ്പോൾ അത് കേൾക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനുമായിട്ട് അവിടെ വിശ്വാസികളായിട്ടുള്ളവരും അല്ലാത്തവരും വരുന്നു, മറ്റു മതസ്ഥർ വരെ വരുന്നു. അവർ വരുന്നു വളരെ ശാന്തമായിട്ട്. ഒരു ഗാനമേളയ്ക്ക് ഉള്ളതുപോലുള്ള അടിയോ ബഹളമോ ഒന്നും ഇവിടെ ഇല്ല. പോലീസുകാർക്കും പണി കുറവാണ്. ഒരൊച്ചപ്പാടും ബഹളവും ഇല്ലാതെ ഇത് കണ്ട് ആനന്ദിച്ച് നിർവൃതി അടഞ്ഞ് തിരിച്ചു പോകുന്നു. അത് ഓരോ ദിവസവും ആൾക്കൂട്ടം കൂടി വരുന്നു. പക്ഷേ അപ്പോൾ അവരറിയാതെ തന്നെ, നാനാ ജാതി മതസ്ഥരിൽ അവരറിയാതെ തന്നെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്, പൊളിറ്റിക്കൽ ടൂളാണ്, RSS ആണ് അതിൻ്റെ പിന്നിൽ എന്ന തരത്തിൽ അവർ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ജാതിമത ചിന്തയോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നുമില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം ചില വിമർശനങ്ങൾ വഴിവെക്കും. അവർ ചിന്തിക്കേണ്ട കാര്യമാണ്, തങ്ങളെ ഇലക്ഷനിൽ ഒരുപാട് സഹായിച്ച ഒരു പാട്ടിൻ്റെ ശില്പിയെ ഖത്തറിൽ പോയി ആദരിക്കുന്ന വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും ആണ് അവിടെ നമ്മൾ കണ്ടത്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ടൂളായിരുന്നു, രാഷ്ട്രീയ അജണ്ടയായിരുന്നു എന്ന തരത്തിൽ ഒരു വിമർശനം പോലും അതിൻ്റെ നേരെ വന്നിട്ടില്ല. അല്ലാതെ പാട്ട് എഴുതിയതിനും പാട്ട് പാടിയതിനും ഒരു ചെറിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അത് കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ അതാണ് പൊളിറ്റിക്കൽ അജണ്ട, പൊളിറ്റിക്കൽ ടൂൾ. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കുകയും ഈ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാംസ്കാരികമായ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ മതപരമായിട്ട് വിശ്വാസപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന നന്ദഗോവിന്ദം ഭജൻസിനെ പറ്റി അവർ ചിന്തിച്ചു പോലും ഇല്ലാത്ത രീതിയിൽ അപവാദങ്ങൾ പറയുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഇരട്ടത്താപ്പ് മലയാളികൾ മനസ്സിലാക്കേണ്ടത്.